പേര് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എൻ്റെ പേരിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര കഥ തന്നെ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മച്ചി ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് ഇടാൻ വേണ്ടി കരുതിയത് ഒരു പേരായിരുന്നു. പക്ഷേ അത് എൻ്റെ ഉമ്മച്ചി ഇട്ട് വന്നപ്പോൾ അത് വേറെ പേരായി പോയി. പക്ഷേ അത് സർട്ടിഫിക്കറ്റിൽ കൊടുത്തപ്പോൾ ലെറ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അത് വേറൊരു പേരായി മാറി. അങ്ങനെ ആകെ മൊത്തം പേരിലൊരു ഒരു അപ്പോൾ തന്നെ ഒരു വൈക്ലഭ്യം കൊളാബറേഷൻ സംഭവിച്ചൊരു പേരായിരുന്നു എൻ്റെ പേര്. പിന്നീട് എൻ്റെ പേരും എനിക്കിഷ്ടമല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചപ്പോഴും അത് എൻ്റെ പേരിനെ പോലെ ഒരു പേര് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. എൻ്റെ പേരിന് അർത്ഥമില്ല. വേറുള്ളൊരു പേരിനൊക്കെ അർത്ഥങ്ങളുണ്ട്, മീനിങ്സ് ഉള്ള പേരാണ്. എൻ്റെ പേരിന് മീനിങ്സ് ഇല്ല. ഞാനൊരു 8ലോ 9ലോ പഠിച്ചപ്പോഴാണ് എൻ്റെ പേരിനോട് ഏകദേശം സിമിലർ ആയിക്കാണ്ടുള്ള പേരുകൾ ഞാൻ കേൾക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇതുവരെ എൻ്റെ പേരിനെ പോലെ എക്സെപ്റ്റ് എൻ്റെ പേരായിക്കാണ്ടുള്ള ഒരു പേരും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അത് എന്തോ ഞാൻ കേൾക്കാഞ്ഞിട്ടായിരിക്കാം ഉണ്ടാവോ എന്നുള്ളതിനെ കുറിച്ചും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എൻ്റെ ഉപ്പച്ചിനോട് ഞാൻ ഇങ്ങനെ പറയും, ആയിക്കോട്ടെ എനിക്ക് മാത്രം അർത്ഥമില്ലാത്ത പേരിട്ടു എന്നൊക്കെ ഇങ്ങനെ കുട്ടിയാകുമ്പോൾ പറയും. അപ്പോൾ ഉപ്പച്ചി പറയും, പേരെന്ന് പറഞ്ഞത് വിളിക്കാനൊരു നാമം എന്നുള്ളൂ, അല്ലാതെ അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഉപ്പച്ചിനെ സമാധാനിപ്പിക്കുമായിരുന്നു. വാട്ടവർ അതങ്ങനെ കണ്ടു നീണ്ടു പോകട്ടെ. ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ചാനലിലെ രണ്ടാമത്തെ നെയിം ആർട്ടാണ്. നമ്മൾ ഫസ്റ്റ് നെയിം ആർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കണ്ട് ഫഹ്മിയോട് പറഞ്ഞു എൻ്റെ പേരും ഇതേപോലെ ചെയ്യാമോ എന്ന്. അപ്പോൾ നമ്മളിന്ന് അതാണ് ചെയ്യുന്നത്. കുറച്ചേ ടൈം എടുത്തു, അത് അറിയാം. ബട്ട് അതായത് കുറച്ച് മുന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും ടൈം എടുത്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ബട്ട് മോൾ കാണുമെന്ന് ഞാൻ വിചാരിക്കണു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂടെ കൂടിക്കോളി. അപ്പോൾ ടാറ്റാ ബൈ ബൈ.